ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനാണെങ്കിൽ കാല് ചതഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ കേട്ടോ. കാല് വണ്ടിയിൽ നിന്ന് ചരിഞ്ഞ് വീണിട്ട് കാലിൻ്റെ മുളങ്കാലൊക്കെ ചതഞ്ഞാണ് വന്നത്. ആരെയും കാണിക്കേണ്ട അകത്ത് വന്നിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്ന ഓയിൻമെൻറ്റൊക്കെ ഇങ്ങനെ പുരട്ടുക. ഇതും കണ്ടിട്ട് മിത്ര അങ്ങോട്ട് ഓടിക്കൊണ്ട് വരിക കേട്ടോ, ആര്യാന്ന് വിളിച്ചിട്ട്. അപ്പോൾ ആര്യൻ പെട്ടെന്ന് കണ്ണ് കാണിക്കുകയും കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മിണ്ടരുത്, സൗണ്ട് ഉണ്ടാക്കരുത്, എല്ലാവരും ഇപ്പം അറിയാലോ. അല്ല ആര്യൻ എന്താ പറ്റിയത് പറ, ആര്യൻ്റെ കാലിൽ ഇത് എന്താ പറ്റിയെന്നും പറഞ്ഞു ഒരേ ബഹളം തന്നെ കേട്ടോ. അപ്പോൾ ആര്യൻ വീണ്ടും പറയണം, നീ മിണ്ടാതിരിക്കുക, അമ്മയെങ്ങാനും അറിഞ്ഞാൽ ഇപ്പം എണീറ്റ് വരും. അമ്മയുടെ തൊട്ട് പിറകെ അച്ഛൻ വരും, ആകാശേട്ടൻ, മീനാക്ഷി, ഇങ്ങനെ ഓരോരുത്തരും വന്ന് ആകെ കുഴപ്പമാക്കും. പിന്നെ അറിയാമല്ലോ, തുടങ്ങും അങ്ങോട്ട് ജോലിക്ക് പോകണതിനെ കുറിച്ചായിരിക്കും പിന്നെ ഒന്നൊന്നായിട്ട് വിശദീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടും, എനിക്കൊന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞായിരുന്നു, അങ്ങനെ ഈ കാലിൻ്റെ ഈ ഭാഗം ഒന്ന് ചതഞ്ഞു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതും പറയണത് നമ്മുടെ മിത്ര പെട്ടെന്ന് വിചാരിക്കട്ടോ. ഒരിക്കലും മിത്രയും കൂട്ടുകാരും ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് ഇടിക്കുമ്പോൾ വന്ന് മറിച്ചിട്ടില്ലേ, ആ ഒരു കാര്യം പെട്ടെന്ന് മിത്രയ്ക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട്, ആര്യ ശരിക്കും ബൈക്ക് മറിഞ്ഞതാണോ, മനഃപൂർവ്വം ആരെങ്കിലും ഇനി ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആര്യം പറയാം, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല എന്ന് പറയാട്ടോ. എന്നിട്ട് ആര്യം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് താ, ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞ് ആര്യൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഓയിൻമെൻറ്റ് വാങ്ങി മിത്ര കാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കാലിലെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ആര്യന് നല്ല വേദനയുണ്ട്. അതുപോലെ മിത്രയോട് സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ ആ ഓയിൻമെൻ്റ് എല്ലാം ഇട്ട് ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങിക്കുന്ന സമയത്ത് മിത്ര ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. വന്നിട്ട് വിചാരിക്കുകയാണ്, ആര്യന് കാലിൻ്റെ വേദന കുറവുണ്ടോ ഒന്ന് നോക്കിക്കളയാമെന്നും പറഞ്ഞ് കാലിൻ്റെ പാൻറ്റൊക്കെ പിടിച്ച് പൊക്കി ആ മുറിവിലേക്ക് ഇങ്ങനെ തടവുക കേട്ടോ. ആര്യൻ വേദന കൊണ്ട് പൊളഞ്ഞ് ചാടി എണീക്കുമ്പോൾ മിത്രയാണ് കാണുന്നത്. മിത്രയൊക്കെ മാർച്ച് തള്ളിയിട്ട് എന്തുവാടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ മിത്രയുടെ കൈമുട്ട് വന്ന് തറയിലിരിക്കുകയാണ്. മിത്ര ചോദിക്കുന്നുണ്ട്, ആര്യൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്, ആര്യന് വേദന കുറവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ മുറിവ്, അല്ലാണ്ട് നിൻ്റെ അടുത്ത് കിടക്കാനൊന്നും അല്ല ഞാൻ വന്നേന്ന് പറയാം കേട്ടോ. മനസ്സിലായടി നിൻ്റെ മനസ്സിലിരിപ്പെന്ന് പറയുമ്പോൾ ഒന്ന് പോയ എണീറ്റ്, ഒത്തിരി ചൂടുവെള്ളം കൊണ്ടുവന്നതൊന്ന് പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു ആര്യ എന്ന് ചോദിച്ചിട്ട് മിത്ര കേട്ടോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നീ ദയവേത് ഒന്നും ചെയ്യണ്ട, എനിക്ക് വേദന കുറവുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണോ നീ വന്നേ, ഇപ്പം നീ ഓയിൻമെൻറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇപ്പം ഇതും ചോദിച്ചുകൊണ്ട് വരുന്നത്, എനിക്ക് വേദന ആയതുകൊണ്ടല്ലേ ഞാൻ ചാടി എണീറ്റത്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതും എന്നൊക്കെ പറയാട്ടോ. ശരി, ഇനിയിപ്പോൾ എന്തായാലും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാൻ നടക്കണ്ട, വന്നേക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ പിണക്കം തുടങ്ങി കേട്ടോ. അപ്പോൾ മിത്ര പറയണ, ആര്യ എന്തായാലും തറയിൽ കിടക്കണ്ട, കട്ടിലിൽ കിടന്ന് അതൊന്നും വേണ്ട, എനിക്ക് വലിയ ചപ്ര മഞ്ചുനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തറയിൽ കിടന്നോളാം, ഇങ്ങനെ ഒരു സാധനം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ചെന്ന് പിണങ്ങി അവിടെ കിടക്കുക കേട്ടോ. ആര്യം താഴെ കിടക്കുക. പക്ഷേ മിത്രയുടെ പിണക്കവും ദേഷ്യമൊക്കെ കാണുമ്പോൾ ആര്യനത് ആസ്വദിക്കുകയാണ് കേട്ടോ ശരിക്കും. അങ്ങനെ അവരുടേത് കഴിയുമ്പോൾ പുറത്ത് എല്ലാവരും കൂടെ ക്ഷണക്കത്ത് ഓരോന്നുമായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. എല്ലാവരെയും കല്യാണങ്ങൾ വിളിക്കണ്ടേ, എവിടെ എങ്ങനെ ആർക്കൊക്കെയെന്നും പറഞ്ഞ് ഓരോന്ന് എഴുതി പിടിപ്പിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും എത്രണ്ണം കൊടുക്കണം, എവിടെ കൊടുക്കണം, വീട് എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴാണ് ആര്യം പറയണത്, കല്യാണ ലെറ്റർ അടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അടിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ഓരോ വീട് കണക്കാക്കി എന്നൊക്കെ ഇവർ കളിയാക്കി പറയട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അതെ അത് നിൻ്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട, നിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ എല്ലാ ആളെന്ന് പറയാം. പിന്നെ ഒരുമിച്ച് അടിച്ചതല്ലേ, പകുതി അവർക്കും കൊടുക്കണമല്ലോ, പെൺവീട്ടുകാർക്കും കൂടെ ചേർത്ത് ബാലനാണല്ലോ അടിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബാലൻ വരുന്നത് കേട്ടോ. ബാലൻ വരുമ്പോൾ എല്ലാവരുടെയും സംസാരിച്ചിട്ട് പറയാം, ഇനിയിപ്പോൾ കല്യാണം വിളിക്കാനായിട്ട് പോകണം, ഓരോരുത്തർക്കും എങ്ങനെയാണ് പോവേണ്ടത്, അതുമാത്രമല്ല ആദ്യം വിളിക്കേണ്ടത് ഉദയഭാനു സാറിൻ്റെ അവിടെ തന്നെയാണ്, അവിടെ എന്തായാലും ഞാനും ഗോമതിയും കൂടെ പോകണില്ല, വേറെ ആരെയും പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയണം, ഒരു കാര്യം ചെയ്യാം, ആനന്ദേട്ടനെ വിടാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ആനന്ദ് പോയാൽ ശരിയാവില്ല, കല്യാണ ചെറുക്കൻ്റെ തന്നെ എങ്ങനെയാണ് കല്യാണ ലെറ്റർ കൊടുത്തു വിടണമെന്ന് ബാലൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, ആനന്ദേട്ടൻ്റെ കൂടെ ആരെങ്കിലും ഒരാളൂടെ പോട്ടെ. അപ്പോൾ ബാലൻ പറയും, അതെ ആനന്ദ് ഒറ്റയ്ക്ക് പോട്ടെ, ഒരാളൂടെ പോകാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആര്യനും പറയുന്നുണ്ട്, അച്ഛാ ഞാൻ കൂടെ പോട്ടെ എന്ന്. ശരി, ആദ്യം അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ശരി എന്നാൽ നീ കൂടെ ചെല്ല്, നിങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി കൊടുക്കണം, വേറെ അനാവശ്യ സംസാരങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, പോയി മാന്യമായിട്ട് കല്യാണം വിളിച്ചിട്ട് വേണം വരാനെന്ന് ബാലൻ പറയാട്ടോ. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി നിൻ്റെ വീട്ടിലും കല്യാണം വിളിക്കണമെന്ന് പറയുമ്പോൾ മീനാക്ഷി അന്തം വിട്ട് പോവുക, അച്ഛ അതിൻ്റെ ആവശ്യമുണ്ട്, ഒന്നാമതേ അവർ പിണക്കത്തില്ല, ഇനി പോയി കല്യാണം വിളിച്ചാൽ പ്രശ്നമാവില്ലേ, ഒരു പ്രശ്നവും ഇല്ല, എന്തായാലും ബന്ധുക്കളല്ലേ, അപ്പോൾ അവരെ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അറിയിച്ചല്ലേ പറ്റുള്ളൂ, പോയി വിളിക്കണം, ഞാനും
ഗോമതിയും കൂടെ പോയി വിളിക്കാമെന്ന് പറയാനുണ്ട്. അപ്പം മീനാക്ഷി പറയാ അത് വേണ്ട അച്ഛാ, ഞാൻ തന്നെ പോയി വിളിച്ചോളാം, ഞാനും ആകാശം കൂടെ പോയി വിളിക്കാം. അതുമാത്രമല്ല അവിടെ ചെന്ന് എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കത് വിഷമാവും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, അതിനേക്കാളും ഞാൻ തന്നെ പോകുന്നതല്ലേ നല്ലത്. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ അങ്ങനെയെങ്കിൽ പിന്നെ കൃഷ്ണമംഗലത്തും വിളിക്കണമല്ലോ എന്ന് ധർമ്മം പറയാട്ടോ. കൃഷ്ണമംഗലത്തോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മീനാക്ഷി പറയുന്നുണ്ട് അതല്ല അച്ഛാ, എൻ്റെ വീട്ടിലെല്ലാവരും പിണക്കവാ, എന്നിട്ട് പോലെ എൻ്റെ വീട്ടിൽ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ. മിത്ര ഇവിടെ ഉണ്ട്, മിത്രയുടെ ബന്ധുക്കളാണ് അപ്പുറത്തുള്ളത്, അപ്പോൾ പിന്നെ മിത്രയുടെ ബന്ധുക്കളെ വിളിക്കണ്ടേ അച്ഛാ? അത് ശരിയാവില്ലല്ലോ, വിളിച്ചല്ലേ പറ്റും. ആലോചിക്കാം എന്നും പറഞ്ഞിട്ട് ബാലൻ പോവാട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് കല്യാണം വിളിക്കാൻ പോകുന്ന വഴി മീനാക്ഷി അങ്ങ് പേടിച്ച് പറിച്ചാൽ പോകുന്നത്. എനിക്ക് പറ്റില്ല, പേടിയാണ്, നമുക്കെങ്ങാനും അച്ഛനോട് കള്ളം പറയാൻ വിളിച്ചു എന്ന്, എനിക്ക് എന്തായാലും അവിടെ ചെന്ന് കയറാൻ പേടിയാണ് ആകാശം എന്ന് പറയാം. അവരെന്ത് പറയും? നീ ഒന്നും പേടിക്കണ്ട, പറയുന്നത് പറയട്ടെ, നമ്മൾ വിളിക്കുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ. പക്ഷേ അച്ഛനെ പറ്റിക്കാൻ പറ്റില്ല, അച്ഛൻ ഇന്നല്ല നാളെ ആയാലും അത് അറിയും. ചിലപ്പോൾ നിൻ്റെ അച്ഛനോട് തന്നെ ചിലപ്പോൾ ചോദിച്ചെന്നും ഇരിക്കും. അതിനേക്കാളും നല്ലത് നമുക്ക് പോയി വിളിക്കുന്നതല്ലേ. ആകാശേ, അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ, എന്നെ കണ്ണെടുത്ത കണ്ടുകൂടെ, വഴിക്ക് വെച്ച് കണ്ടാൽ പോലും എന്നെ മുഖത്ത് നോക്കാത്ത ആൾക്കാരാണ്. അവരുടെ വീടിന് നടയിൽ ചെന്ന് കയറുമ്പോൾ എന്താ അവസ്ഥിതി? എടി നീ പേടിക്കാത്ത ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞിട്ട് ആകാശ് മീനാക്ഷിയും കൊണ്ട് നേരെ മീനാക്ഷിയുടെ വീടിന് നടയിൽ വരാട്ടോ. അങ്ങനെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കുറച്ച് നേരം ആരും പുറത്തിറങ്ങി വരാത്തതുകൊണ്ട് മീനാക്ഷി ആശ്വസിക്കുക, വീട്ടിൽ ആരും ഇല്ലയെന്ന് പറയാം, നമുക്ക് ലെറ്റർ ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ആരെങ്കിലും തുറക്കുവാണെങ്കിൽ ഒരു മിന്നായം പോലെ ഓടിക്കൊണ്ട് കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഓടാം എന്ന് നമ്മുടെ മീനാക്ഷി പറയുമ്പോൾ ആകാശ് പറയാം അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും കൂടെ പൊട്ടിച്ചുകൊണ്ട് പോരേന്ന് പറയാം. അതെന്താ ആകാശം അങ്ങനെ പറയുന്നത്? എടി നീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കള്ളന്മാരല്ലേ ചെയ്യുന്നത്, അങ്ങനെ പിന്നെ മാല മോഷ്ടിക്കണവന്മാരൊക്കെ ഇതാ ചെയ്യുന്നത്, നീ അത് ചെയ്യ്. ഏയ് കളിയാക്കല്ലേ ആകാശം. എടി നീ ധൈര്യമായിട്ടിരിക്കുക, ഇനി എന്ത് പറയാൻ, അല്ലെങ്കിലും ഞാനൊരു മരുമോനല്ലേ, നിന്നോളുടെ ഭർത്താവല്ലേ, എന്നോടൊരു വില തരാതിരിക്കോ? ചെല്ലങ്ങോട്ട്, ഇപ്പം തരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോറ് തുറന്ന് ആദ്യം വരുന്നു അച്ഛൻ. ഇറങ്ങി വരുന്നത് മീനാക്ഷി ടപ്പേന്ന് പറഞ്ഞ് വിറയ്ക്കേട്ടോ. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്, നിന്നോട് ആരാടി പറഞ്ഞു ഇതിൻ്റെ നടയിൽ വരാനെന്ന് ചോദിക്കുക. അച്ഛാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുന്നത് അടുത്ത അമ്മ വരിക കേട്ടോ. അമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് നിൽക്കുക. കണ്ടോടി കയറി വന്നിരിക്കുന്നത് ഇവള്, നമ്മളെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ എന്ന്, ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്, പഠിച്ച് ഇതുവരെ ആക്കി കൊടുത്ത് അവൾ നല്ല നിലയിൽ ഒരു ചെറുക്കൻ്റെ കൂടെ ജീവിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ പലവഞ്ഞനക്കടയിൽ കുറേ സോപ്പൊടിയും അരിയും സാമാനങ്ങളും വിൽക്കുന്ന ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. എന്നിട്ട് ഇപ്പം എന്തിനാ ഇവിടെ തിരിച്ചു കയറി വരുന്ന, ആരടി പറഞ്ഞു നിന്നെ ഇതിനകത്ത്? അപ്പം മീനാക്ഷി പറയാം അച്ഛാ ഒന്ന് പതുക്കെ പറ അച്ഛാ, അപ്പുറം ഇപ്പുറം ഉള്ളവരെല്ലാവരും കേൾക്കും, നാണക്കേടാവുമോ അച്ഛാ? പതുക്കെ പറയാനോ? നാണക്കേടോ? നിനക്കൊക്കെ എന്താടി നാണക്കേട്? എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയെ ഇട്ടെറിഞ്ഞ് കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോഴത്തേക്കും നിനക്കൊരു നാണം തോന്നിയില്ലേ? അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഈ നാട്ടുകാരെ മുഖത്തിൽ എങ്ങനെ നോക്കിയിരുന്നു നിനക്കറിയോ? എന്തുമാത്രം നാണക്കേട് ഞങ്ങൾ സഹിച്ചു. നിനക്ക് ഇപ്പം നാണക്കേടോ? ഇതിനകത്ത് കയറി മര്യാദയ്ക്ക് രണ്ടെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെ, രണ്ടിനെയും മുട്ട് കളി ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറയാട്ടോ. അപ്പോൾ തന്നെ ഉണ്ട് ആകാശ് പറഞ്ഞ അങ്കിളെ, ഒരു വിവാഹം ക്ഷണിച്ച് വന്നതാണ്, എൻ്റെ ഏട്ടൻ്റെ വിവാഹമാണ് ക്ഷണിച്ച് വന്ന്. വഴി പോണവന്മാരെല്ലാവരും കല്യാണമാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഓരോ കത്ത് കരമായി ഒരുങ്ങി കെട്ടിച്ചമഞ്ഞ് ഉണ്ണാനും തിന്നാനും വേണ്ടി ഞാനങ്ങ് പുറപ്പെടാൻ വേണ്ടി പോവുമല്ലേ, നിനക്കൊക്കെ നാണമില്ലല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ ഞാൻ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ മീനാക്ഷി പേടിച്ച് വരച്ച് നിൽക്കുന്നത് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.